അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന വേക്കൻസിയാണ് ജൂനിയർ HR റിക്രൂട്ടാണ്. നമുക്ക് അതിന്റെ വിശദ വിവരങ്ങൾ എന്തൊക്കെ നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണ്. നമ്മൾ ഈ പോസ്റ്റ് ജൂനിയർ HR റിക്രൂട്ടറിന് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് ഈ വരുന്ന മെയ് 4 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇമെയിൽ വഴി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്റർപേഴ്സണൽ സ്കിൽ ഉണ്ടായിരിക്കണം. എബിലിറ്റി ടു പ്രയോറിറ്റൈസ് ടാസ്ക് മാനേജ് ടൈം എഫക്റ്റീവ്ലി. നമുക്ക് പ്രയോറിറ്റി അനുസരിച്ച് ജോബുകളെ തരംതിരിച്ച് നമ്മളത് സമയം നിശ്ചിതമായി ചെയ്തു തീർക്കുക എന്നുള്ളൊരു കഴിവുണ്ടായിരിക്കണം. അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആൻഡ് സ്ട്രോങ് ഓർഗനൈസേഷൻ, ഒരു കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടായിരിക്കുക. പ്രൊഫിഷ്യൻസി ഇൻ മൈക്രോസോഫ്റ്റിൽ, അതായത് വേർഡ്, എക്സൽ, പവർ പോയിന്റിലൊക്കെ പ്രൊഫിഷ്യൻസി നിപുണനായിരിക്കുക, കഴിവുണ്ടായിരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ബാച്ചിലർ ഡിഗ്രി ഇൻ എനി ഫീൽഡ് എന്നാണ്. ഡിഗ്രി ഏത് ഡിഗ്രി ആയാലും പറ്റും. അതുപോലെ ഫ്രഷേഴ്സ് ആർ പ്രിഫേർഡ് എന്നാണ് പറഞ്ഞത്. ഫ്രഷേഴ്സിന് ഡിഗ്രി വേണം. നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പോസ്റ്റ് ആണ്. ഇപ്പോൾ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരമാണ്. അതുപോലെ സാലറി പാക്കേജ് 20,000 പെർ മന്ത് ലഭിക്കും. എന്നിട്ട് പറയുന്നത് എന്താ വെച്ചാൽ കൈൻഡ്ലി സെൻഡ് യുവർ ഈ റെസ്യൂം അറ്റ് കരിയർ ഇമെയിൽ അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യാനാണ്. സബ്ജക്ട് അവർ എന്തായാലും വെക്കാൻ പറയുന്നത്, കാരണം പലതരത്തിലുള്ള ഇമെയിലുകൾ വരുന്നതാണ്. അപ്പോൾ സബ്ജക്ട് ഇല്ലാത്തത് എന്ത് വെച്ചാൽ അവർ ചെക്ക് ചെയ്യത്തില്ല. അപ്പോൾ അപ്ലിക്കേഷൻ ഫോർ ജൂനിയർ HR റിക്രൂട്ടർ എന്ന് നിങ്ങൾ സബ്ജക്ട് വെച്ച് തന്നെ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 20,000 രൂപ സാലറി, ഏത് ഡിഗ്രി ആയാലും ഫ്രഷേഴ്സിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അസിസ്റ്റ് ഇൻ ഡെവലപ്മെന്റ്, പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് പോസ്റ്റിംഗ്, അട്രാക്ട് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ്. അത് ഈ HR റിക്രൂട്ടർ അറിയാലോ, നമ്മൾ കമ്പനിക്ക് വേണ്ട ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള അസിസ്റ്റ് ചെയ്യുക. യൂട്ടിലൈസ് വേരിയസ് റിക്രൂട്ടിംഗ് പ്ലാറ്റ്ഫോം, പിന്നെ സോഴ്സ് പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്, പിന്നെ റിക്രൂട്ടിംഗ് പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് നല്ല പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സിനെ നമ്മൾ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യുക. അങ്ങനെ പ്രിപ്പയറിംഗ് ജോബ് ഓഫേഴ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ കോർഡിനേറ്റ് ആൻഡ് ബോർഡിംഗ് ആക്ടിവിറ്റീസ് ഫോർ ന്യൂ ഹയർസ്, അസിസ്റ്റ് ഓഫ് അതർ HR റിലേറ്റഡ് ടാസ്കുകൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഈ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പൊ നോക്കി വായിച്ച് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.